ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇപ്പോൾ നടക്കുന്ന ഈ സമയം വളരെ വളരെ പ്രാധാന്യമുള്ള സമയമാണ് ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന്. പിതൃപക്ഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 21-ാം തീയതി, അതായത് ഞായറാഴ്ച, സെപ്റ്റംബർ മാസം 21-ാം തീയതി ഞായറാഴ്ച അമാവാസിയാണ്. അമാവാസി തിഥി ആരംഭിക്കുന്നത് 2025 സെപ്റ്റംബർ മാസം 21-ാം തീയതി പുലർച്ചെ 12:16 മുതൽ 2025 സെപ്റ്റംബർ മാസം 22-ാം തീയതി പുലർച്ചെ 1:23 വരെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അമാവാസിയായി ആചരിക്കുന്നത് 21-ാം തീയതി ഞായറാഴ്ചയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും തന്നെ ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ക്ഷേത്രത്തിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള പൂജകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യും. പക്ഷെ പലപ്പോഴും പിതൃക്കളെ പറ്റി നമ്മൾ ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു വഴിപാട് പോലെ ചിലർ കർക്കിടക മാസത്തിൽ കർക്കിടക വാവുബലി ഇടും. അത് ചിലപ്പോൾ ഇടും, ചിലപ്പോൾ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തിലഹോമത്തിന് കൊടുക്കും. ഇതൊരു വഴിപാട് പോലെ ഇങ്ങനെ ചെയ്തു പോരുന്നു എന്ന് മാത്രമാണ് പലരും ചെയ്യുന്നത്. അതല്ലാത്ത ധാരാളം ആളുകളുണ്ട്. ചെയ്യാത്ത ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഭഗവാന് നമ്മൾ എന്തൊക്കെ വഴിപാടുകൾ സമർപ്പിച്ചാലും അതിന് പൂർണ്ണത ലഭിക്കണമെങ്കിൽ പിതൃക്കളുടെ പ്രീതി കൂടി നമുക്ക് കിട്ടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്തൊക്കെ ഐശ്വര്യങ്ങൾ ഭഗവാൻ നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അത് പിതൃക്കൾ തടയും. ഇപ്പോൾ നമ്മൾ വിചാരിക്കും, ഒരിക്കലും തടയില്ല, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അമ്മ, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ എന്നോട് വളരെ സ്നേഹമുള്ളവരായിരുന്നു, അവരൊരിക്കലും എനിക്ക് ദോഷം വരുത്തുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും. ശരിയാണ്, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ നമ്മുടെ അച്ഛനും അപ്പൂപ്പനും അമ്മുമ്മയും അമ്മയും ഒക്കെ ആയിരുന്നു. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ അതല്ല അവസ്ഥ. അതുകൊണ്ട് തന്നെ അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് അങ്ങേയറ്റം ആവശ്യമാണ്. പലർക്കുമുള്ള സംശയമാണ്, കർക്കിടക വാവ് ബലി ഞാൻ ഇടാറുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബലിയിടേണ്ട ആവശ്യമുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചിലർ പറയും, എല്ലാ വർഷവും മരിച്ച നാളിന് ഞാൻ ബലിയിടാറുണ്ട്. ചിലർ പറയും, ഞാൻ തിഥി നോക്കിയിട്ടാണ് ബലിയിടുന്നത്, അങ്ങനെ ഞാൻ എല്ലാ വർഷവും ബലിയിടുന്നുണ്ട്, അത് മതി. ചിലർ പറയും, ഞാൻ രാമേശ്വരത്ത് പോയി ബലിയിട്ടു, അല്ലെങ്കിൽ കാശിയിൽ പോയി ഞാൻ ബലിയിട്ടു, അവിടെ ഞാൻ സമർപ്പിച്ചു, അതുകൊണ്ട് ഇനി ബലിയിടണ്ട. ഇങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. പക്ഷേ നമ്മൾ കർക്കിടക വാവുബലി ഇട്ടാലും എല്ലാ വർഷവും നമ്മൾ നാളുതോറും ബലിയിട്ടാലും അല്ലെങ്കിൽ തിഥി തോറും ബലിയിട്ടാലും മാസബലിയിട്ടാലും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള പുണ്യ ദിവസങ്ങളിൽ കൂടി ബലിയിടുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. അതുമാത്രമല്ല, അത് കൂടുതൽ ഗുണത്തെ പ്രദാനം ചെയ്യും. അങ്ങനെ വരുന്ന ഒരു പുണ്യ ദിവസമാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ മാസത്തെ അമാവാസി. ഈ അമാവാസി തിഥിയിൽ ബലിയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതായത് പിതൃക്കൾക്ക് വലിയ സന്തോഷമാകും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും ഫലം കിട്ടും എന്നുള്ള കാര്യവും വിശ്വസിക്കുക. ഇതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ്, അല്ലേ? ഹിന്ദുമത ആചാരപ്രകാരമുള്ള വിശ്വാസങ്ങളാണ്. ഇനി ആർക്കൊക്കെ ബലിയിടാം? എല്ലാവർക്കും ബലിയിടാം. അതുകൂടാതെ തന്നെ നമുക്കിതുവരെ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ മരിച്ച നാൾ അല്ലെങ്കിൽ അവർ മരിച്ച തിഥി ഇതൊന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്കൊക്കെ വേണ്ടി നമുക്ക്
ബലിയിടാം. ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് വേണ്ടി അവരെ ഓർത്ത് നമുക്ക് ബലിയിടാം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമാവാസിയാണ് ഈ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമാവാസി ശ്രാദ്ധത്തെ നമ്മൾ എന്തു വിളിക്കുന്നു? സർവപിതൃമോക്ഷ അമാവാസി എന്ന് വിളിക്കുന്നു. അങ്ങേറ്റം ശ്രേയസ്കരമായ അമാവാസി തിഥിയാണ്. ബലിയിടാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് എന്ന് ഓർക്കുക. ഇനി നിങ്ങൾക്ക് പോയി ബലിയിടാൻ സാധിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടത്? നമ്മൾ അന്നദാനം ചെയ്യുക. ഏതെങ്കിലും സാധുക്കൾക്ക് 1-2 പേർക്കായാലും മതി, അത് ചെയ്യുക. കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക. കാക്കകളില്ലെങ്കിൽ പ്രാവുകൾക്ക്, അതല്ലെങ്കിൽ മീനുകൾക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. ബലിയിടാൻ സാധിക്കാത്ത ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ബലിയിട്ടാലും ആ കൂട്ടത്തിൽ ഇതുകൂടി ചെയ്യാം. അതുപോലെ തന്നെ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? വിളക്ക് തെളിയിച്ച് ആഹാരപദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി വിളക്കിൻ്റെ മുമ്പിൽ നമ്മൾ പിതൃക്കളെ ഓർത്ത് വിളമ്പി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരു ശീലവും മലയാളികൾക്കുണ്ട്. അതും നല്ലത് തന്നെ. പക്ഷേ അങ്ങനെ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുറത്ത് ഒരിലയിട്ടിട്ട് അത് പക്ഷികൾക്ക്, അതായത് കാക്ക, പ്രാവ് അങ്ങനെയുള്ള പക്ഷികൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇനി അങ്ങനെയുള്ള പക്ഷികളൊന്നുമില്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുക, കുറച്ച് പടച്ചോറ് അവിടെ നിന്നും മേടിക്കുക. അതായത് ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് ചോറ് കിട്ടുമല്ലോ, നൈവേദ്യമായി നമ്മൾ വെള്ളച്ചോറ്, അത് മേടിച്ചിട്ട് ആ ക്ഷേത്രത്തിൽ കുളമുണ്ടെങ്കിൽ അവരനുവദിക്കുന്നുണ്ടെങ്കിൽ ആ കുളത്തിലെ മീനുകൾക്ക് അത് ഭക്ഷണമായി കൊടുക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒഴുക്കുള്ള ജലാശയത്തിലെ മീനുകൾക്ക് ഭക്ഷണമായി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായും ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. പിതൃദോഷം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദോഷമാണ്. നമ്മൾ ഏതൊക്കെ മഹാക്ഷേത്രങ്ങളിൽ പോയി എത്രയൊക്കെ പൈസ മുടക്കി എന്തൊക്കെ വലിയ പൂജകൾ ചെയ്താലും ആ പൂജകൾക്കൊക്കെ ഫലം ലഭിക്കണമെങ്കിൽ പിതൃക്കളെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും പിതൃക്കളെ തൃപ്തിപ്പെടുത്തേണ്ടതാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ബലിയിടേണ്ടതായിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ നിങ്ങളുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ മറ്റ് ബന്ധുജനങ്ങളോ ഒക്കെ മരിച്ചിട്ടുണ്ടാകുമല്ലോ. അവർക്ക് വേണ്ടി ചെറുമകനായ നിങ്ങൾക്ക് ബലിയിടാം. കാരണം ഭാരതീയ വിശ്വാസപ്രകാരം ഭഗീരഥനാണ് സഗരപുത്രന്മാർക്കു വേണ്ടി ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചത്. പൗത്രനായ ഭഗീരഥനാണ് ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഗംഗാദേവിയെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് സ്വർഗലോകത്തു നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അബദ്ധധാരണകൾ വെച്ചു പുലർത്താതെ എല്ലാവർക്കും പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാം. അത് ഗുണം മാത്രമേ നിങ്ങൾക്ക് നൽകൂ. കാരണം നിങ്ങൾക്കും അവരുടെ അനുഗ്രഹം ലഭിക്കുകയാണ്. അല്ലാതെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രം ബലിയിടാനുള്ള ആളുകളല്ല നമ്മളെന്ന് പ്രത്യേകമായി ഓർക്കുക. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ മകം നക്ഷത്രത്തിൽ പിറന്ന ആളുകളാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മകം എന്ന നക്ഷത്രത്തിൽ പിറന്നവരായിട്ടുണ്ടെങ്കിൽ അവർ നിർബന്ധമായും പിതൃക്കളെ പ്രീതിപ്പെടുത്തേണ്ടത് അവരുടെ ജീവിതത്തിന് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം അവരുടെ ദേവത പിതൃക്കളാണ്. അവർ നിർബന്ധമായും അവരുടെ പൂർവികർക്ക് വേണ്ടി ബലിയിടുക തന്നെ ചെയ്യണം. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മകനോ മകളോ ഈ നക്ഷത്രത്തിൽ പിറന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ പോലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ പൂർവികർക്ക് വേണ്ടി നിർബന്ധമായും ബലിയിടണം. അവരെ കൊണ്ട് പിതൃകർമ്മങ്ങൾ ചെയ്യിപ്പിക്കണം. കാരണം എങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറി പിതൃക്കളുടെ ഐശ്വര്യം അവർക്ക് കിട്ടി അവരുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയുള്ളൂ. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ.
നിങ്ങൾ ആ നക്ഷത്രത്തിൽ പിറന്ന ആളുകളാണ്. നിങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക? പിതൃപൂജകൾ, പിതൃബലികൾ കൃത്യമായി അനുഷ്ഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അത് കൊണ്ടുത്തരും. കാരണം ഭഗവാന്റെ അനുഗ്രഹങ്ങൾ പിതൃക്കൾ തടയും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പിതൃക്കളെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഈ അമാവാസ്യ ദിവസം നിങ്ങൾ പിതൃകർമ്മങ്ങൾക്കായി മാറ്റിവെക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളായിരിക്കും തരാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമജപം ജീവിതത്തിൻ്റെ ശീലമാക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.